Hi, welcome back to last episode of Weight Control. The concluding വീഡിയോയിൽ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളെ റിമൈൻ ചെയ്യാനുള്ളത് നമ്മുടെ വെയിറ്റ് മെഡിക്കൽ റീസൺ കൊണ്ട് ഉണ്ടാകുന്നതാണോ എന്ന് തിരിച്ചറിയുക. മെഡിക്കൽ റീസൺ കൊണ്ട് ഉണ്ടാകുന്നതാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആദ്യം കണ്ടുപിടിക്കുക. പിന്നീട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ഹൈഡ്രേറ്റ് ചെയ്യുക, മധുരമുള്ള ഡ്രിങ്കുകളും സോഡയും കുടിക്കാതിരിക്കുക, പറ്റുന്നത്ര എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. കൂടുതൽ വെജിറ്റബിൾസ് തന്നെ ഞാൻ പറഞ്ഞതുപോലെ സോയിലിന് മുകളിൽ ഉണ്ടാകുന്ന വെജിറ്റബിൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രൈഡ് തിങ് അവോയ്ഡ് ചെയ്യുക. ചിയ സീഡ് ആഡ് ചെയ്യുക ഫുഡിനകത്ത്. അവക്കാഡോ ചേർന്ന ഫുഡുകൾ, സാലഡുകളും ധാരാളമായി ഉപയോഗിക്കുക. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുക. കഴിയുന്ന അത്രയും സ്നാക്സ് അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മുടെ 3 മീലും നമ്മൾ എടുക്കുക. കൂടുതൽ വെള്ളം കുടിക്കുക. നട്ട്സ് ആഡ് ചെയ്യുക ഫുഡിനകത്ത്. പിന്നെ ഒരു ചെറിയൊരു കഥയോടുകൂടി ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരാമയെ കൊല്ലാനായിട്ട് ബെയർ വരുന്നു. അപ്പം ബെയർ കൊല്ലാൻ തുടങ്ങുമ്പം ബെയറിനോടൊന്നും ആമയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ ആമ പറഞ്ഞു, എനിക്കൊരു 3 മണിക്കൂർ സമയം തരണം. കരടി അതിശയിച്ചു പോയി, എന്തിനാണിപ്പം 3 മണിക്കൂർ? ചാകാൻ പോകുന്ന ആൾക്ക് എന്തിനാ 3 മണിക്കൂർ? എനിവേ കരടി 3 മണിക്കൂർ ആമയ്ക്ക് അനുവദിച്ചു കൊടുത്തു. ആമ ആ 3 മണിക്കൂർ മണ്ണിൽ നല്ലപോലെ അവൻ്റെ കൈ കൊണ്ടും കാലുകൊണ്ട് ഡിഗ് ചെയ്ത് ഒരു കുഴിയുണ്ടാക്കി അവസാനം കരടിക്ക് സറണ്ടർ ചെയ്തു. അപ്പം സറണ്ടർ ചെയ്യുന്നതിന് മുമ്പ്, അവനെ കൊല്ലുന്നതിന് മുമ്പ് കരടി ആമയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ആമ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവർ, ഈ വഴി വരുന്നവർ മനസ്സിലാക്കണം, ഞാൻ പരാജയപ്പെടുന്നതിന് മുമ്പ് മാക്സിമം ട്രൈ ചെയ്തു. അതാണ് ഈ പാടും കുഴിയൊക്കെ എന്നത് പറഞ്ഞ പോലെ നമ്മൾക്ക് കിട്ടിയ അറിവും കഴിവും നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. എന്നിട്ട് നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. അങ്ങനെ സ്നേഹിച്ച് കഴിയുമ്പോൾ വെയിറ്റ് കൺട്രോളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇച്ചിരി വെയിറ്റ് കൂടിയാലും കുറഞ്ഞിരുന്നാലും നമുക്ക് പ്രോബ്ലം ഉണ്ടാകുകയില്ല. പിന്നെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായ ഫുഡിൻ്റെ, ഡ്രിങ്കിൻ്റെ എല്ലാ റെസിപ്പികളും എൻ്റെ ചാനലിലുണ്ട്. സൗകര്യം തോന്നുമ്പോൾ റെഫർ ചെയ്യുക. ഇതോടൊപ്പം ഞാൻ മുളപ്പിച്ച പയറുകൊണ്ടുണ്ടാക്കുന്ന ഒരു മീലിൻ്റെ ഒരു റെസിപ്പി കൂടി തന്നിരിക്കുന്നു. അതും കൂടി റെഫർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിന് ഈസി ആയിട്ടുള്ള റെസിപ്പിയും എക്സസൈസും ഡ്രിങ്കും ഒക്കെ പിക്ക് ചെയ്യുക. എൻജോയ്. ഹാവ് എ ബ്ലെസ്ഡ് വെയിറ്റ് ലോസ് പ്രോഗ്രാം. ഞാൻ നിങ്ങളെ ഒരു പുതിയ ഹെൽത്തി മീല് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിനായി ഞാനിവിടെ ഒരു ചെറിയ കപ്പ് ചെറുപയർ, സെയിം എമൗണ്ട് ചെറിയ കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു ഹെൽത്തി സൂപ്പർ മീൽ ഉണ്ടാക്കാമെന്ന് എടുത്തു വെച്ച് കാണിച്ചു തരാം. നമ്മുടെ 1 കപ്പ് ബാർലി, 1 കപ്പ് ചെറുപയർ, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു. ഇത് രണ്ടിന് ഏകദേശം ഒരു വേവാണ്. 1 കപ്പ് പയറും 1 കപ്പ് ബാർലിയും സോക്ക് ചെയ്ത് വേവിച്ചതാണിത്. ഇതിലിട്ട്
1 കപ്പ് കോക്കനട്ടും 1 സ്പൂൺ ജീരകവും ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ഹെൽത്തി ആൻഡ് മെഡിക്കലി ഫ്രണ്ട്ലി ഫുൾ മീൽ ഈസ് റെഡി. 2 വിസിൽ വരുന്നവരെ ഇത് അടുപ്പയറും ബാർലിയും ലോഡഡ് വിത്ത് വൈറ്റമിൻ ആണ്. അതായത് ചെറുപയറിനകത്ത് ബേസിക്കലി ഉള്ളത് വൈറ്റമിൻ എ, ബിയുടെ എല്ലാ വെർഷനും, അതായത് B1, B5, B6, B12 എല്ലാം ഉണ്ട്. പിന്നെ ഉള്ളത് പൊട്ടാസ്യം, കോപ്പർ. ബാർലി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, നമ്മുടെ നാട്ടിലൊക്കെ പനി പിടിക്കുമ്പം എല്ലാവരും ബാർലി അരി വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാൻ പാടില്ലേ. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഹെൽത്തി തൈറോയിഡിന് ഗുണകരമായ ഒരു സാധനമാണ് ബാർലി. കണ്ടല്ലോ, ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു. കണ്ടല്ലോ, നമ്മുടെ ഫുഡ് റെഡി. ഇതാണ് എൻ്റെ അനദർ ഹെൽത്തി മെനു.